വണ്ടി ഓടിക്കാനുള്ളൊരു 7.6 ഒക്കെ ഉള്ളൂല്ലോ. മൈലേജ് വെരി പുവർ. പുതിയ വണ്ടി അത് എനിക്ക് മനസ്സിലായി. പുതിയതാണേലും പഴയതാണേലും മൈലേജ് ഇല്ല. പിന്നെ വണ്ടി എടുക്കുമ്പോ തന്നെ മൈലേജ് വണ്ടിയാരാണ്. ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിൽ എന്ത് മൈലേജ് കിട്ടാനാ? ജോർജിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റം പറയണ്ടേ? പിന്നല്ല സാറേ, ജോർജ് വലിയ സംഭവമായി പോവില്ല. അല്ലെങ്കിൽ കായലൊക്കെ ഇട്ട് തണുപ്പിച്ചോട്ട് കായലോട്ട് ആ വണ്ടികൾ പോയായിരുന്നു. എനിക്ക് എടുത്തോണ്ട് പോയായിരുന്നു. കുറച്ച് പാട്ടൊക്കെ ഇട്ട് പോയാലും. പിന്നെ എന്താ വൈനോട്ട് ഗാനയില് പാട്ട് വെക്കാൻ ഒരു ഓണടിച്ച് കണ്ണടിക്കാനും മറന്നു. എന്തിനാണ് പടി പാടുന്നത്? പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടൊന്നല്ല, അയാളുടെ വെള്ളം എന്റെ ലിവൈസിന്റെ സ്വത്ത. അത് പൊളിറ്റീഷ്യൻ ഒന്നല്ല. ആണെങ്കിലും ഇപ്പൊ എന്താണ് സാറേ, സാറേ അതൊന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? അന്ന് സാറൊന്ന് കൊടുത്തിട്ട് ഞാനിപ്പോ തന്നെ വരാം. ഓക്കെ, അകത്തോട്ട് കയറിയിരുന്നോ? ഭയങ്കര തിരക്കാണുള്ള എങ്ങനെയാ റേഡിയസ്? സ്റ്റീറിംഗ് റേഡിയസ് 5.8 ആണ്. ഞങ്ങളിത് ഇന്നോവ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇന്നോവ ടെസ്റ്റ് ചെയ്താ? ഈ 2.5 മണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്തു? വേറെ വണ്ടി കുറച്ചങ്ങോട്ട് പോകണ്ടേ? ഏതാ മറ്റേ വെന്യൂ? അയ്യേ, കളിപ്പാട്ടം ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പോയില്ല. ക്രിസ്റ്റ എങ്ങനെ ഓടിച്ചിട്ട്? ഓട്ടോമാറ്റിക് ഓടിച്ചേ? ഞാൻ ഓടിച്ചു. മോട്ടറിട്ടല്ലേ സ്റ്റാർട്ടാവുള്ളൂ. ഇവിടല്ലേ? ആഹാ, പുതിയൊരു വണ്ടി കണ്ടാകും. ബസ്സിലല്ലേ തെണ്ടിയോട് ഓട്ട കുടിക്കങ്ങടെ. ഓട്ടങ്ങട് ഇപ്പോൾ ഓടിയത്തിന്റെ മനുഷ്യർ ട്രാക്കിലോട്ട് കയറാനുള്ള പരിപാടി പറഞ്ഞ അത് പറയണ്ടേ? എന്നിട്ട് അങ്ങോട്ട് പോകാനാണെങ്കിൽ ഇത്ര നേരം നിക്കണോ? ഞങ്ങളോട് ഇവിടുന്ന് കൂട്ടുകാരൊക്കെയാണ് പറഞ്ഞേക്കണേ. എന്നാലും നമുക്ക് അപ്പുറത്തേക്ക് കടന്നു കൂട്ടുക. ഓക്കെ, പെട്ടെന്ന് വേണം കാര്യങ്ങള്. ബ്രേക്ക് ചെയ്യാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. സാറേ എന്തായി? എന്ത് വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഞാൻ ഇത് ഇടുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ഇടുന്നുണ്ട്, എഡിറ്റ് ചെയ്ത്. അങ്ങേറ്റം പോട്ടെ. ഇവിടെ ഒരു കുട്ടിയുണ്ട്. പോകട്ടെ. സസ്പെൻഷൻ ഇന്നോവനേക്കാളും ബെറ്ററാ. ബാക്കിൽ എങ്ങനെയുണ്ട്? അടിപൊളി, നോ പ്രോബ്ലം. ഇത് ഹൈബ്രിഡ് അല്ല. ഓക്കെ, വണ്ടി 90 എത്തിട്ടോ. ആ 90 എത്തി. അറിഞ്ഞില്ലല്ലോ.
ഞാൻ 90 എത്തിച്ചായിരുന്നു, 92 എത്തിയായിരുന്നു. അറിഞ്ഞില്ലല്ലോ. ഞാൻ 60 ഓർത്തിരിക്കും. വണ്ടി സിമ്പിൾ അല്ലേ ഓടിക്കാൻ വേണ്ടി. അപ്പൊ ഓട്ടോമാറ്റിക് എനിക്ക് വിചാരിക്കാനും കൂടി വയ്യ എങ്ങനെ ആയിരിക്കും. ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും ഈ സീറ്റിംഗ് കൂടി ആയതുകൊണ്ട്. ഓടിക്കാൻ പറയാനില്ല. സ്റ്റിയറിംഗ് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഓ നല്ല റേറ്റ്. ഇത്ര വലിയ വണ്ടി ഓടിക്കാൻ അതൊന്നുമില്ല, അതൊന്നുമില്ല. നമുക്ക് ഭയങ്കര റിജിഡാണ് അതിന്റെ സ്റ്റിയറിംഗ്. ക്രൂസ് ചെയ്യാൻ സുഖമാണോടാ? കുഴപ്പമൊന്നുമില്ല. 30 ആകുമ്പോൾ നമുക്ക് ക്രൂസ് ചെയ്യാം. പിന്നെ എഞ്ചിൻ നോക്കിംഗ് അല്ല സാർ, 6-ലല്ലേ പെട്ടേ? 6-ലാണോ എഞ്ചിൻ നോക്കിംഗ്? ഇല്ല നമുക്ക്. ഞാൻ 6-ലൊന്നുമില്ല, ഞാൻ 4-ലാണ്. 5-ലോട്ട് ഇടാൻ കാണിക്കുന്നുണ്ടോ വണ്ടി? ഒരാളെ കണ്ടായിരുന്നില്ലേ? അതെ, അവിടെ പൊളി പൊളി. ജോർജ് ചേട്ടാ ആ 360 ബട്ടൺ നോക്കിക്കേ. 360 ഓൺ ചെയ്തോ? ക്ലച്ച് ഹാർഡാണോ സോഫ്റ്റ് ആണോ? അഡ്ജസ്റ്റ് ആയി വരാത്തതിന്റെ ആണ്. അത് പുതിയ വണ്ടിയാകുമ്പോൾ നമുക്കൊന്ന് ഇതാവണം. എന്റെ വണ്ടിക്ക് ക്ലച്ചിങ് ഇൻഡിക്കേറ്റർ ഇട്ടോ കേട്ടോ. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റിലോട്ട് ഓട്ടോമാറ്റിക് സെലക്ട് ആയി. ഈ സൈഡിൽ സെൻസേഴ്സ് ഉണ്ടല്ലോ. യെസ് സാർ എവിടെ? വാന്ന് കേറ് 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 കേറ്. ഇല്ല വണ്ടി ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. നമുക്ക് അവിടെ തന്നെ ഇപ്പൊ അങ്ങോട്ട് ടേൺ ചെയ്ത് നിർത്താനുള്ളത്. ഫോറടിച്ചു. റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് സെക്കൻഡ് മാത്രം ചെറിയൊരു ഇതാണ്. അതാ ടർബോ. ഹലോ എം ജി, ഹലോ എം ജി, ക്ലോസ് ദ സൺറൂഫ്, ക്ലോസ് ദി സൺറൂഫ്. അപ്പൊ ഇതിന് കട്ടൻ പറയുമോ? പിന്നെ ഇതിനെന്താ പറയുന്ന? ക്ലോസ് സൺറൂഫ് അല്ലേ? അല്ല ഇത് ഈ സാധനത്തിന് കട്ടന ഷെയ്ഡ് ഇല്ല. ഷെയ്ഡ് വോയിസ് കമാൻഡിലില്ല. ഷെയ്ഡ് ഇല്ലേ? വോയിസ് കമാൻഡ് എടാ ഈ സൈഡ് നോക്കിക്കോണേ. കൈ മാറ്റി കൈ പോയിട്ട് ചവിട്ടിക്കോ. ഓക്കെ ഷേക്ക് ഹാൻഡ് എടുത്തൊരു ഷേക്ക് ഹാൻഡ് എടുത്ത് ഓക്കെ ഷേക്ക് ഹാൻഡ്.